ഓണങ്ങളും ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛന് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വളരെ ഊർജ്ജസ്വലനായ ഉത്സാഹിയായ ഒരു വൈദികനായിരുന്നു. ഏൽപ്പിക്കപ്പെട്ട ചുമതലകളൊക്കെ വളരെ വിശ്വസ്തയോടെ, വളരെ തീക്ഷ്ണതയോടെ, ഏറ്റവും കാര്യക്ഷമതയോടെ അദ്ദേഹം നിറവേറ്റി. ദീർഘകാലം അദ്ദേഹം ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ചാസിൻ്റെ ഡയറക്ടറായിരുന്നു. ആ കാലഘട്ടത്തിൽ ഒത്തിരിയധികം നൂതന പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിക്കുകയുണ്ടായി. സാധുക്കളോട്, ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് അദ്ദേഹം ഏറെ താല്പര്യം കാണിച്ചിരുന്നു. വിദ്യാഭ്യാസ സഹായത്തിനും ഭവന നിർമ്മാണ പദ്ധതിക്കുമൊക്കെയായി ഈ ഭവന നിർമ്മാണ പദ്ധതിയുമൊക്കെ അദ്ദേഹത്തെ ഏൽപ്പിച്ചപ്പോൾ വളരെ നല്ല രീതിയിൽ അദ്ദേഹം നേതൃത്വം കൊടുത്തു. അദ്ദേഹത്തിൻ്റെതായ ഇനിഷ്യേറ്റീവ്സ് അദ്ദേഹം ചിന്തിച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നിറവേറ്റുവാൻ വളരെ വിദഗ്ധനായിരുന്നു. അദ്ദേഹം രൂപതയോടെ വളരെ ഏറെ സഹകരിച്ച് രൂപതയുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി, അതേസമയം ജനങ്ങളുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ പേജ് സൂചിപ്പിച്ചതുപോലെ ക്ഷേമപ്രവർത്തനങ്ങളിൽ അദ്ദേഹം പ്രത്യേകമായ താല്പര്യം കാണിച്ചിരുന്നു. ചങ്ങനാശ്ശേരി രൂപതയ്ക്ക് അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള ഈ വിയോഗം തീർച്ചയായിട്ടും വലിയൊരു നഷ്ടമാണ്. വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു വേർപാട് ആണിത്. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛൻ ചെയ്ത ആ സ്തുത്യർഹമായ ജപാല ശുശ്രൂഷയെ നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യുന്നു. നമ്മളെ ഏറെ സ്നേഹിക്കുകയും നാം ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആദരണീയനായ ബഹുമാനപ്പെട്ട ഗ്രിഗറി ഓണംകുളത്തച്ഛൻ്റെ ആകസ്മികമായ വേർപാടിൽ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട്. അച്ഛൻ്റെ നല്ല സേവനങ്ങളെ നന്ദിയോടെ ഓർക്കുകയും പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു. അതിരമ്പുഴയിലെ 1961 ജൂലൈ 6-ാം തീയതിയാണ് അച്ഛൻ്റെ ജനനം. 63 വയസ്സ് പൂർത്തിയാക്കി 64-ാം വർഷത്തിലൂടെ കടന്നു പോകുന്ന അച്ഛൻ തൻ്റെ പൗരോഹിത്യ ജീവിതം 1987 ഏപ്രിൽ മാസത്തിലാണ് തുടങ്ങിയത്. 37 വർഷം പൂർത്തിയാക്കി 38 വർഷത്തിലൂടെ കടന്നു പോവുകയാണ്. അച്ഛനും ഞാനുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, ഞങ്ങൾ മൈനസമുരാരിലായിരിക്കുമ്പോൾ അച്ഛൻ എൻ്റെ ജസ്റ്റ് സീനിയറും, അതുപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തൻ പള്ളിയിലെ കൊച്ചച്ചന്മാരായിട്ട് സേവനം ചെയ്ത സാഹചര്യവും, എപ്പോഴും വാത്സല്യവും സ്നേഹവും പങ്കുവച്ച ജീവിതമായിരുന്നു അച്ഛൻ്റേത്. ചങ്ങനാശ്ശേരി മെത്രാപ്പോലിത്തൻ പള്ളിയിൽ അച്ഛൻ സജീവ പ്രവർത്തനങ്ങളിലെ കുടുംബ കൂട്ടായ്മയിലും, അതുപോലെ തന്നെ ഇടവകയിലെ ഭക്തസംഘടനകളിലും വളരെ താല്പര്യത്തോടെ പങ്കെടുത്തു. യൂദീപ്തി പ്രസ്ഥാനത്തെ യുവജനങ്ങളെ ശക്തിപ്പെടുത്താനും പ്രോത്സാഹിപ്പിക്കാനും ഏറെ ശ്രദ്ധിച്ചിരുന്നു. ചങ്ങനാശ്ശേരി പള്ളിയുടെ കുരിശുപള്ളിയായിരുന്നു പറാൽ. ആ പറാൽ കുരിശുപള്ളിയെ അച്ഛനെയാണ് ഏൽപ്പിച്ചിരുന്നത്. ആ ഇടവക ജനത്തെ സ്വന്തമായിട്ട് കരുതി ആ നാടിൻ്റെ വികസനത്തിന് അങ്ങേയറ്റം ശ്രദ്ധിച്ചിരുന്നു. വിശിഷ്യ ഇന്ന് കുമരങ്കേരി വഴി പല സ്ഥലങ്ങളിലേക്കും പോകുന്ന റോഡിൻ്റെ ആരംഭകാലത്തെ പ്രവർത്തനം അന്നത്തെ നമ്മുടെ MLA ആയ CF തോമസ് സാറുമായിട്ട് ബന്ധപ്പെട്ട് പറാൽ പള്ളിയോട് ചേർന്നുള്ള പാലം പണിയാനും റോഡിൻ്റെ വികസനത്തിനും ഏറെ അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു. അച്ഛൻ്റെ ശുശ്രൂഷ 14 വർഷം ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സോഷ്യൽ സർവീസ് പ്രവർത്തന മേഖലയായ ചാസിലായിരുന്നു. സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ അച്ഛൻ്റെ സജീവമായ പ്രവർത്തനം അച്ഛൻ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സോഷ്യൽ സർവീസ് ഡയറക്ടർ എന്ന നിലയിൽ ലഭിച്ചു. അച്ഛൻ്റെ മാടപ്പള്ളിയിലെ വികാരി എന്ന നിലയിലുള്ള ശുശ്രൂഷ, അവിടെ പാരിഷ് ഹാളിൻ്റെ നിർമ്മാണത്തിനും സെമിത്തേരിയുടെ നവീകരണത്തിനുമൊക്കെ സമയം കണ്ടെത്തി അതിൻ്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിച്ചിരുന്നു. തുരുത്തി ഫൊറോന പള്ളിയിൽ അച്ഛൻ വികാരിയായിരിക്കുമ്പോൾ ഫൊറോന പള്ളിയുടെ തുടക്കക്കാരനാണ് ബഹുമാനപ്പെട്ട ഓണംകുളത്തച്ഛന്.
മധുബഹ നവീകരിക്കുന്ന കാര്യത്തിലും ആ ഇടവക ജനത്തിലെ പാവപ്പെട്ടവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവിടെ ഭവനങ്ങൾ പണിയുന്ന കാര്യത്തിലും അച്ഛൻ ശ്രദ്ധിച്ചിരുന്നു. തുരുത്തി ഫൊറോന പള്ളിയിൽ നിന്നുമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ഏക ബസിലിക്കായ കല്ലൂർക്കാട് ചമ്പക്കുളം പരിശുദ്ധ ദൈവമാതാവിൻ്റെ നാമധേയത്തിലുള്ള ബസിലിക്ക പള്ളിയിലേക്ക് അച്ഛൻ സ്ഥലം മാറിപ്പോകുന്നത്. അവിടെ 3 വർഷവും 3 മാസവും ശുശ്രൂഷ ചെയ്തു വരികയാണ് അച്ഛൻ്റെ ആകസ്മികമായ വേർപാട്. ബസിലിക്ക പള്ളി എന്ന നിലയിൽ അതിൻ്റെ സർവ്വതോന്മുഖമായ വളർച്ചയ്ക്ക് അച്ഛൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. പള്ളിയുടെ അടുത്തുള്ള പാരിഷ് ഹാളിൻ്റെ നവീകരണം, പള്ളിയുടെ ചുറ്റുപാടുമുള്ള പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സ്കൂളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, തുരുത്തിയിലാണേലും മനോഹരമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ പണിയുന്ന അച്ഛൻ എവിടെയായിരുന്നാലും ആത്മീയമായ വളർച്ചയിൽ അച്ഛൻ നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം തന്നെ ഓരോ പ്രദേശത്തിൻ്റെയും ഓരോ ഇടവകയുടെയും ആവശ്യം അനുസരിച്ച് അവിടെയെല്ലാം സമഗ്രമായ പ്രവർത്തന നേതൃത്വം കൊടുക്കുന്നയാളാണ്. അച്ഛൻ്റെ ഇടവക പ്രവർത്തനം കൂട്ടായ്മ സജീവമാക്കുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ, ഒരു ഇടവകയുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്ന കാര്യത്തിലൊക്കെ ശ്രദ്ധാലുവാണ്. ദീപ്തമായ മുഖഭാവം, ശാന്തവും സൗമ്യവും നിറഞ്ഞ ഇടപെടൽ, വാങ്ങി വലുതാകാതെ കൊടുത്ത് ഇല്ലാതായിത്തീരുന്ന ഒരു ലാളിത്യ ജീവിത ശൈലി. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ജീവികാരുണ്യ ട്രസ്റ്റ്, അതായത് കളറേ ഹോം കളറേ ഡ്രീം, അഭിമന്യ പൗത്തിൽ പിതാവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ മെത്രാഭിഷേകത്തിൻ്റെ സ്മരണയ്ക്കായിട്ട് ആദ്യകാലഘട്ടത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമായിരുന്നു ജീവികാരുണ്യ നിധി. അത് ജീവികാരുണ്യ ട്രസ്റ്റായിട്ട് രൂപപ്പെടുത്തുകയും അനേകം ആയിരം കുഞ്ഞുങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് ദിനത്തിൽ അതിരൂപതയിലെ ഓരോ കുടുംബങ്ങളിലേക്കും കവറ് നൽകി പണം സംഭാവനയായിട്ട് സമാഹരിച്ച് അതാത് ഇടവകളിലെ കുട്ടികളുടെ പഠനത്തിനായിട്ട് പണം സംഭാവനയായി നൽകുന്ന കളറേ ഡ്രീം എന്ന പ്രസ്ഥാനം, അതുപോലെ തന്നെ കുടിൽ രഹിത അതിരൂപത എന്നുള്ള അഭിമന്യ പെരുന്തോട്ടം പിതാവിൻ്റെ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഭവനമില്ലാത്തവർക്ക് ഭവനം കൊടുക്കുവാനായിട്ട് ഇതുപോലെ തന്നെ അതിരൂപതയിലെ ഓരോ ഇടവകളിൽ നിന്ന് സമാഹരിക്കുന്ന പണം അവിടെ തന്നെ നിക്ഷേപിച്ച് അവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങളുടെ വീടുകളുടെ മെയിൻ്റനൻസ്, പുതിയ വീടുകൾ നിർമ്മിക്കുക, അങ്ങനെയുള്ള ക്രമീകരണങ്ങളും, അതുപോലെ തന്നെ പൗത്തിൽ പിതാവിൻ്റെ ജൂബിലിയോടനുബന്ധിച്ചുള്ള പൗരോഹിത്യ സുവർണ ജൂബിലിയോടും മെത്രാഭിഷേക ജൂബിലിയോടൊക്കെ അനുബന്ധിച്ച് നടത്തുന്ന ഭവന നിർമ്മാണത്തിനും എല്ലാം നേതൃത്വം കൊടുത്ത അച്ഛനാണ്. അങ്ങനെ സാമൂഹ്യക്ഷേമ പ്രവർത്തനം, ആധ്യാത്മിക പ്രവർത്തനം, ഇവയ്ക്കെല്ലാം അച്ഛൻ ഒത്തിരി നേതൃത്വം നൽകി അനേകായിരം കരങ്ങൾ പിടിച്ച് ഈശോയുടെ പക്കലേക്ക് അടുപ്പിച്ചു. അച്ഛൻ്റെ ആ നല്ല മനസ്സ്, സേവനം എല്ലാവർക്കും അനുകരണീയമാണ്. സഭയ്ക്കും സമൂഹത്തിനും അച്ഛൻ ചെയ്ത സേവനങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. പാവന സ്മണിക്കുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. അച്ഛൻ്റെ ആത്മാവിനെ നിത്യതയിൽ കർത്താവ് ചേർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുരുത്തി ഇടവകയുടെ, ചങ്ങനാശ്ശേരി തുരുത്തി ഇടവകയുടെ എല്ലാമായിരുന്ന ഞങ്ങളുടെ ഗ്രിഗറിയച്ചൻ, ഓണംകുളം ഗ്രിഗറിയച്ചൻ ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പറയുന്നതിൽ അതിയായ ഖേദമുണ്ട്. അച്ഛൻ ഇവിടെ വന്നു കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞപ്പോഴേക്ക് അച്ഛനോട് എനിക്ക് നേരിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അതിനച്ഛൻ ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ടും അച്ഛൻ ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്ന് എന്നെ കാണുകയായിരുന്നു. ഞങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീടുള്ള ഓരോ കാര്യങ്ങളിലും അച്ഛൻ ഓരോ അഭിപ്രായം എന്നോടും ചോദിക്കുമായിരുന്നു. അതിനൊന്നും വലിയ പബ്ലിസിറ്റി കൊടുക്കാറില്ലായിരുന്നു എന്ന് മാത്രം. അച്ഛൻ്റെ ഈ അസുഖം അറിഞ്ഞപ്പോഴേക്ക് വളരെ ഖേദമുണ്ടായി. രോഗത്തിൻ്റെ ഏതാണ്ടൊരു നേച്ചർ കേട്ടപ്പോഴേക്കും അത് ഇച്ചിരി അപകടകരമാണെന്ന് തോന്നാതിരുന്നില്ല. ഞാൻ അച്ഛനുമായിട്ട് കൂടുതൽ ഇടപെടേണ്ടി വന്നത് അച്ഛൻ ഈ നമ്മുടെ പള്ളിയുടെ ആൾട്ടർ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കുറച്ച് നാളുകൾ നീണ്ടുപോയി. 3-4 മാസമെങ്കിലും നീണ്ടുപോയിട്ട് അതിൽ കൂടുതൽ നീണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് അച്ഛനും കൊച്ചച്ഛൻ ഗ്രിഗറി അച്ഛനും കൂടി 2 അച്ഛന്മാരും കൂടി നമ്മുടെ യൂത്ത്, തുരുത്തിയിലെ യൂത്ത് ചിലർ കൂടി ഇവിടെ വരികയും എന്നോട് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാനായിട്ട് വിളിക്കുകയും ചെയ്തു. ഞങ്ങളൊരു ചെറിയ ഷോർട്ട് ഫിലിം എടുക്കുകയും ചെയ്തു. അത് പള്ളിയുടെ ആൾട്ടർ നവീകരണത്തിൻ്റെ താമസത്തെക്കുറിച്ചായിരുന്നു സംസാരിച്ചത്. അച്ഛൻ പറഞ്ഞു ഇങ്ങനെ അത് ഉടനെ തന്നെ ശരിയാകും.
അപ്പം ഞാൻ എൻ്റെ ആകാംക്ഷ അറിയിച്ചു, അച്ഛൻ ഇത്രയും നാളായിട്ട് കുർബാന കാണാൻ പറ്റുന്നില്ലല്ലോ. അന്നേരം അച്ഛൻ പറഞ്ഞു ടി വിയിൽ കാണുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ. ഞാൻ പറഞ്ഞു ടി വി കണ്ടാലാകുമോ, ഉപ്പോളമാകുമോ ഉപ്പിലിട്ടതെന്നൊക്കെ ഞാൻ ചോദിക്കുകയും ചെയ്തു. അതുതന്നെ പള്ളിയുടെ ടെക്നോളജി കുറച്ചുകൂടിയൊക്കെ കൂടി അത് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള രീതി ഏതാണ്ടൊക്കെ ആക്കിയിട്ടുണ്ടെന്നും അച്ഛൻ പറയുകയും ചെയ്തു. ഞാൻ മറന്നു അതിൻ്റെ ആ പേര്. ആ ഒരു ഷോർട്ട് ഫിലിം എടുക്കുകയും അത് പള്ളിയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുകയും ചെയ്തായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ പള്ളിയിൽ ചെയ്തിരിക്കുന്ന ഓരോരോ കാര്യങ്ങൾ, ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സ്വർഗസമാനമായിട്ടുള്ളൊരു സൗന്ദര്യവും ഒരു പരിശുദ്ധിയും തോന്നും. അതുപോലെ പള്ളിയിലേക്ക് ചെയ്തിരിക്കുന്ന ഫർണിഷിങ്, ഒന്നാന്തരം തേക്കുകൊണ്ട് കാതൽ മാത്രം ഉപയോഗിച്ചാണ് ആ ചാരുവെഞ്ചുകളും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ പള്ളിയുടെ റോഡുകൾ, എല്ലാ കാര്യങ്ങളും അച്ഛനാണ് ചെയ്തത്. ഇതെല്ലാം ഈ കളർ എ ഹോം, കളർ എ ഡ്രീം, ഇതിൻ്റെയൊക്കെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ചെയ്ത മെറ്റീരിയൽ പരിഷ്കാരങ്ങളാണ് നമുക്ക് കൂടുതലായിട്ടും ഇവിടെ കാണാനുള്ളത്. ബാക്കിയെല്ലാം മനുഷ്യൻ്റെ പ്രയോജനപ്പെടുത്തുന്നതാണെങ്കിൽ തന്നെയും അതിനേക്കാളൊക്കെ വിഷ്വലായിട്ട് നമുക്ക് കാണത്തക്ക രീതിയിലുള്ളൊരു സംഗതിയാണ് അച്ഛനിവിടെ തുരുത്തി ഇടവകയിൽ ചെയ്തത്. അതുപോലെ ആളുകളുമായിട്ട് ഉള്ള ആ അടുപ്പവും അവരുമായിട്ടുള്ള ഇടപെടലും ആ ഹ്യൂമിലിറ്റിയും തന്നെയല്ല അച്ഛൻ്റെ എല്ലായിടത്തുമുള്ള ആ സാന്നിധ്യം. ഈ പള്ളിയിൽ പല പല കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തും അച്ഛനെ എല്ലായിടത്തും ചെന്നാലും കാണാം. പറമ്പിൽ പണിയുന്നവരുടെ അടുത്താണെങ്കിലും പള്ളിയിൽ ആരാധിക്കുന്നവരുടെ അടുത്താണെങ്കിലും അതിനിടയിൽ ഓഫീസ് റൂമിലാണെങ്കിലും എല്ലായിടത്തും അച്ഛൻ ഒരു സർവ്വവ്യാപിയായിട്ട് കാണുമായിരുന്നു. ഞാൻ അച്ഛനോട് പറയുമായിരുന്നു അച്ഛനൊരു ഓംനി പ്രസൻറ്റ് ആണെന്ന്. അച്ഛൻ ചിരിക്കും, കമൻ്റൊന്നും ഉണ്ടാകുകയില്ല. മിതഭാഷിണിയായിരുന്നു, മിതഭാഷിയായിരുന്നു അല്ലേ, മിതഭാഷയായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളിലും പെർഫെക്ഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വലിയ ദുഃഖമുണ്ട്. അച്ഛനെ ഒരു നോക്ക് കാണുന്നതിന് തുരുത്തി പള്ളിയിൽ കൊണ്ടുവരണമെന്നുള്ളത് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമാണ്. നടക്കാനും ഒന്നും മേലെങ്കിലും പ്രായം കൂടിയവരാണെങ്കിലും എല്ലാവർക്കും ഒന്ന് പള്ളിയിൽ ചെന്ന് അച്ഛനെ കാണാമല്ലോ, അന്ത്യയാത്ര പറയാമല്ലോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ദൈവത്തിന് സ്തുതി. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചിരുന്ന ബഹുമാനപ്പെട്ട ഗ്രിഗറി ഓണംകുളത്തച്ഛന് പെട്ടെന്നുണ്ടായ മരണം തീർച്ചയായിട്ടും വളരെയേറെ വേദനാജനകമാണ്. ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ മാത്രമാണ് ഓർക്കുവാനായിട്ടുള്ളത്. ഗ്രിഗറി അച്ഛനെ 2002 എനിക്ക് പരിചയമുള്ളത്. 2002 മുതലാണ് ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛനുമായിട്ട് എനിക്ക് പരിചയം. ഞാൻ പള്ളാത്തുരുത്തി പള്ളിയിലെ വികാരിയായിരുന്നപ്പോൾ, അതോടൊപ്പം തന്നെ കുട്ടനാട് വികസന സമിതിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോഴും ആ സമയത്തെല്ലാം സോഷ്യൽ വർക്കിനെ പറ്റി ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത് ബഹുമാനപ്പെട്ട ഗ്രിഗറി അച്ഛനായിരുന്നു. കാരണം ആ പള്ളിയിൽ വളരെ ഏറെ ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചിരുന്നപ്പോൾ അവിടുത്തെ ആളുകളെ ഒരുമിച്ച് കൂട്ടുവാനും അയൽക്കൂട്ടങ്ങൾ, ക്രെഡിറ്റ് യൂണിയൻ സംവിധാനങ്ങൾ, സോഷ്യൽ സർവീസിൻ്റെ സൊസൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തതൊക്കെ ആ 2002 കാലഘട്ടത്തിലായിരുന്നു. അതിനുവേണ്ടി മിക്കവാറും ഒക്കെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന മാർഗം എന്ന് പറയുക, മിക്കവാറും എല്ലാ ഞായറാഴ്ചയിലും അദ്ദേഹം ഏതെങ്കിലും വിശുദ്ധ കുർബാനയിൽ ഏതെങ്കിലും പള്ളിയിലൊക്കെ പോയി കുർബാനയൊക്കെ ചൊല്ലി മിക്കവാറും സോഷ്യൽ സർവീസിനെ പറ്റിയും അതുപോലെ ആ പ്രദേശത്തിൻ്റെ കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയൊക്കെ പ്രവർത്തിച്ചിരുന്നു. അത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തൻ്റെ പ്രസംഗത്തിലൂടെ ജനങ്ങളെ അറിയിച്ചിരുന്നു. ആ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മിക്കവാറുമൊക്കെ ആ പ്രദേശത്തുള്ള ആളുകളെ ഒരുമിച്ച് കൂടി മിക്കവാറുമൊക്കെ ഓരോ സംഘങ്ങളും ക്രെഡിറ്റ് യൂണിയൻ സംവിധാനങ്ങളുമൊക്കെ രൂപീകരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വളരെയേറെ ഇടവകൾ ഒത്തിരിയേറെ വളർന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓണംകുളത്തച്ഛൻ്റെ ആ കാലഘട്ടം, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ തന്നെ വിവിധ ഇടവകളിലെ അയൽക്കൂട്ടങ്ങളും സ്വാശ്രയ സംഘങ്ങൾ, അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് യൂണിയനും ഒക്കെ വളർന്നു വരുന്ന കാലഘട്ടമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒത്തിരിയേറെ റിസോഴ്സ് പേഴ്സൺസ് ഉണ്ട്. അതുകൊണ്ട് മിക്കവാറുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് നമ്മളോട് പറയുമായിരുന്നു. അതുപോലെ പാസ്റ്റൽ മിനിസ്ട്രിയുടെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അദ്ദേഹത്തോട് പലപ്പോഴും ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ആ സംശയങ്ങൾ തീർക്കുമായിരുന്നു. കൂടാതെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം കാത്തു സൂക്ഷിച്ച വ്യക്തിയും കൂടിയാണ്. 2002 മുതലാണ് എനിക്ക് പരിചയമെങ്കിലും മിക്കവാറുമൊക്കെ ഈ സമയം വരെ അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പലപ്പോഴും പല ഇടവുകളിലും ഞാനിരുന്ന ചില പള്ളികളിലൊക്കെ അദ്ദേഹത്തെ നമ്മൾ പ്രത്യേകമായിട്ട് വിളിച്ചുകൊണ്ടിരുന്നു.
കൂടാതെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഒരു വേറിട്ട വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം. കാരണം പാവങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചെങ്കിലും അതോടൊപ്പം തന്നെ സാധാരണ ഒരു ചെറിയൊരു കാര്യം കൊടുത്ത് വേണമെങ്കിൽ എല്ലാവരെയും സംതൃപ്തിപ്പെടുത്താം. പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹം കൊടുക്കുന്ന കാര്യങ്ങളെന്ന് പറയുക ഒരു എന്തെങ്കിലുമൊക്കെ മാർഗങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ചിന്തയാണ് കൊടുത്തിരുന്നത്. അതിൻ്റെ ഭാഗമാണ് കളറെ ഡ്രീമും കളറെ ഹോമും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചങ്ങനാശ്ശേരിയിലുള്ളത്, അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്നതുമൊക്കെ. കൂടാതെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കഴിഞ്ഞിടയിലെ ചങ്ങനാശ്ശേരി ഫൊറോന കോൺഫറൻസിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ വൈകുന്നേരം ചങ്ങനാശ്ശേരി ഫൊറോന കോൺഫറൻസ് കൂടിയിരുന്നത്. ആ പ്രീസ്റ്റ് കോൺഫറൻസിനും അദ്ദേഹം ഏതാണ്ട് അരമണിക്കൂറോളം സംസാരിച്ചിരുന്നു. പിന്നീട് കേട്ടത് പെട്ടെന്നുള്ള മരണമാണ്. ആ മരണം കേട്ടപ്പോൾ തന്നെ വളരെയേറെ ദുഃഖമുണ്ടായി. എങ്കിലും അദ്ദേഹം ചെയ്ത ഒത്തിരിയേറെ മരണം വരെ അദ്ദേഹം കർമ്മനിരതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല പ്രവൃത്തികളെ നമുക്ക് അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും.